തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തനാനേന. മാംഗല്യം തന്തുനാനേന, ജീവിതം തുന്തനാനേന. ഇതിന്റെ അർത്ഥം പറഞ്ഞാണെങ്കിൽ 1000 ഉറുപ്പ്യ തരും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എൻ്റെ 1000 ഉറുപ്പ്യ ആരും വാങ്ങിയില്ല. ആർക്കും അറിയില്ല, ആഴമില്ല, പരപ്പ് മാത്രം. ഉപരിപ്ലവമായ പഠനമാണ് കവിതയുടെയും കഥയുടെയും രസതന്ത്രം. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ? നമ്മുടെ പകുതി മുക്കാൽ സമയം സോഷ്യൽ മീഡിയയിൽ തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മൾ എപ്പോഴെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മുഖം കണ്ടിട്ടാണ്, എപ്പോഴെങ്കിലും അല്ല, ഭൂരിഭാഗം കണ്ടിട്ടുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ സ്പീച്ചും ഇദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. രാവും പകലും ഭേദമില്ലാതെയായി പീഡനവും കൊലയും നടത്തുവാൻ, ജാതിവൈരം മതമത്സരങ്ങളും സീമയില്ലാതുള്ള രാഷ്ട്രീയ വൈരവും ഏറിയേറി മനുഷ്യരേവരും ഗതികിട്ടാതുഴന്നു വലയുന്നു. പണമെറിഞ്ഞു സത്യം മറയ്ക്കുന്നു, കുറ്റവാളികൾ നിത്യം പെരുകുന്നു. ആർത്തിമൂത്തു പണവും പദവിയും നേടുവാനായി മാനം മറക്കുന്നു. നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോൾ മറ്റാരുമല്ല, VK സുരേഷ് ബാബു സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. ഓക്കെ, സന്തോഷം. സാറിനെ ഞാനിങ്ങനെ സ്പീച്ചിലൊക്കെ കണ്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പം സ്പീച്ചിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ ഫാസിനേറ്റ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാറ് പെട്ടെന്ന്, സാറിനൊരു ഫ്ലോ ഉണ്ട്, ഒരു ഭയങ്കര ഒഴുക്കാണ് മലയാളത്തിന്. ഒരു വിഷയത്തിൽ നിന്ന് അപ്പുറത്തെ വിഷയത്തിലേക്ക് ഒന്ന് സ്റ്റക്ക് പോലും ആകാതെ സാറ് അങ്ങനെ ഒഴുക്കിലേക്ക് പോകുന്നു. അതെങ്ങനെയാണ് സാർ സാധിക്കുന്നത്? അതായത് പ്രസംഗം എന്ന് പറയുന്നത് ചിന്തക്ക് തീപിടിക്കലാണ്. ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട്, നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ പുക പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിഷയം മാത്രം ഒതുക്കി ക്ലാസ്സുകളല്ല. ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ ഒരു സ്ഥലത്തു നിന്നുള്ള ചിന്ത മറ്റൊരു സ്ഥലത്തെ ചിന്തയുടെ തുടർച്ചയായിരിക്കും. അപ്പോൾ ചിന്തകൾ ഇങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ പോവില്ല. അപ്പോൾ ചിന്തകൾ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കും. അതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയത്തിനും ഓരോ വാക്കിനും ഒരു പരിവേഷമുണ്ട്. ഒരുപാട് വിഷയങ്ങളുമായിട്ട് അതിന് കണക്ഷനുണ്ട്. ആ കണക്ഷനിലേക്ക് ഈ സദസ്സിലിരിക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നതിനെക്കുറിച്ച് അപ്പോൾ നമുക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നും. ആ തോന്നുന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് ആ പ്രസംഗം, നമുക്ക് പ്രസംഗിക്കുന്ന നമുക്ക് ഒരു സംതൃപ്തി ഉണ്ടാകുക. അത് പിന്നീട് അത് ശ്രോതാക്കളിൽ സംതൃപ്തി കൊടുക്കും. അതുകൊണ്ട് വിഷയങ്ങൾ ഇങ്ങനെ മാറി മാറിപ്പോയാലും നമ്മൾ ഈ നർക്കട ശാഖാശംക്രമണം എന്ന് പറയും. കുരങ്ങന്മാര് മരത്തിന്റെ കൊമ്പിൽ നിന്ന് തുള്ളി 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 പോയിട്ട് അവസാനം കയറിയ മരം മറന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അത് അവസാനം ഏത് മരത്തിൽ നിന്നാണോ കയറിയത് ആ മരത്തിലൂടെ തിരിച്ചിറങ്ങും. അവസാനം എത്തുമ്പോഴേക്ക് അവിടെ എത്തണം. അങ്ങനെയാണ് വിഷയങ്ങൾ ഇങ്ങനെ ചിന്ത വേണം. പ്രസംഗത്തിന് ഏറ്റവും പ്രധാനം സുകുമാർ അഴീക്കോട് പറഞ്ഞൊരു വാക്കാണ്, ചിന്തക്ക് തീപിടിക്കലാണ് പ്രസംഗം, അല്ലാതെ വെറുതെ അറിയുന്നത് വിളമ്പാനല്ല പ്രസംഗം. സാർ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു ഫേമസ് ആയ ഒരു തരംഗം തന്നെയാണ്. സോഷ്യൽ മീഡിയ ഇപ്പോഴും ഭയങ്കര സജീവമാണ് ഈ കാലഘട്ടത്തിൽ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്ര സജീവം അല്ലായിരുന്നെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും ജനങ്ങളുമായിട്ട് സംവദിക്കാൻ വേണ്ടി ഉപയോഗിക്കുക? ഞാൻ നേരിട്ട് സംവദിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ. ഞാൻ ഇതുവരെ ഈ കോവിഡ് കാലത്ത് മാത്രമേ ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രസംഗിച്ചിട്ടുള്ളൂ. മറ്റൊരു പ്രസംഗവും ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെയ്തതല്ല. എൻ്റെ പ്രസംഗങ്ങൾ മുഴുവൻ മനുഷ്യരോട് നേരിട്ട് സംവദിക്കുന്നതാണ്. അങ്ങനെ സംവദിക്കുമ്പോൾ ചില ആളുകൾ അത് റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇതുവരെ എൻ്റെ പ്രസംഗം റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. പലരും പലയിടങ്ങളിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്നത് ചിലത് വൈറലാവുന്നു. ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പേ ഞാൻ പ്രസംഗിക്കാറുണ്ട്. ആ പ്രസംഗങ്ങളൊന്നും ആ മുമ്പിലുള്ളവർ കേൾക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഞാൻ പ്രസംഗിക്കാറില്ല. ഉണ്ട്, കോവിഡ് കാലത്ത് ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിരുന്നു. ഒരുപാട് ക്ലാസ്സുകൾ പല വിദേശത്തും അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി ക്ലാസ്സുകൾ ചെയ്തിരുന്നു. അതുപോലെ രാമായണത്തെക്കുറിച്ച് 31 പ്രഭാഷണ പരമ്പര ഓൺലൈനായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയക്ക് വേണ്ടിയായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, അത് ഒരു കൃത്രിമ പ്രസംഗമാണ്. മുമ്പിൽ ഒരു ജൈവികമല്ല അത്. കാരണം മുമ്പിൽ ക്യാമറ മാത്രമേ ഉള്ളൂ. മുന്നിൽ മനുഷ്യരിയ്ക്കുമ്പോൾ അവരുടെ ഹൃദയവും അവരുടെ ചിന്തകളും അവരുടെ കണ്ണുകളും എൻ്റെ മുന്നിൽ പച്ചയായി നിൽക്കുമ്പോൾ അവരോട് സംവദിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ആശയ സംവേദനത്തിൻ്റെ ആവേശം ലഭിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞത്. അത്രയും ഇപ്പം പ്രസംഗം ഒരു കലയാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ഈ പ്രസംഗ മത്സരമൊക്കെ ഉണ്ടാവുമല്ലോ സ്കൂൾ തലത്തിൽ, അതിലേക്ക് പോയിരുന്നു? അതോ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം ഈ കല ഇതാക്കി കൊടുക്കുക? അല്ലല്ല, ഞാൻ UP സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ പ്രസംഗിക്കാറുണ്ട്, പുരാണ കഥ പറയാറുണ്ട്. അപ്പോൾ ഈ ബാലഗോകുലം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടല്ലോ, കുട്ടികളുടെ സംഘടന. ആ സംഘടനയുടെ ഒരു പരിപാടിയിൽ പുരാണ കഥാകഥനത്തിന് സംസ്ഥാനത്ത് എനിക്ക് 2ാം സ്ഥാനം കിട്ടിയിരുന്നു.
ചൊവ്വയിൽ വെച്ചായിരുന്നു അതിൻ്റെ സംസ്ഥാന മത്സരം. അന്ന് പുരാണ കഥ പറയാറുണ്ട്, പ്രസംഗങ്ങൾ പറയാറുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല പാട്ട് ആസ്വാദകനാണ്, പാട്ട് പഠിച്ചിട്ടൊന്നുമില്ലെങ്കിലും പാട്ട് പാടാറുണ്ട്, നന്നായി കവിത ചൊല്ലാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കൂൾ പഠിക്കുന്ന കാലത്തെ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ വലിയ പ്രസംഗമൊന്നും ആയിരുന്നില്ല. പിന്നെ രാഷ്ട്രീയത്തിൽ പ്രസംഗം ഒരു പ്രധാന അവശ്യ ഘടകമാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ചതിൻ്റെ കൂട്ടത്തിൽ മറ്റ് വിഷയങ്ങൾ, ഞാൻ രാഷ്ട്രീയ പ്രസംഗം രാഷ്ട്രീയം മാത്രമല്ല, അതിൽ ചരിത്രവും അതിൽ ഇതിഹാസങ്ങളും പുരാണങ്ങളും ശ്ലോകങ്ങളും കവിതകളും എല്ലാം ചേർത്തുകൊണ്ടാണ് എൻ്റെ രാഷ്ട്രീയ പ്രസംഗം. അപ്പോൾ രാഷ്ട്രീയത്തിന് സാംസ്കാരികമായ പരിപ്രേക്ഷ്യം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ സംസ്കാരത്തിന് രാഷ്ട്രീയ പരിപ്രേക്ഷ്യവും വേണം. അതാണ് എൻ്റെ നിലപാട്. അതെൻ്റെ ഒരു നിലപാടാണ്. ഇപ്പം പ്രസംഗ മേഖലയിൽ ഒരുപാട് കഴിവ് തെളിച്ച ഇപ്പം എഴുത്തിലേക്ക് വരുമ്പോൾ ഇനി എഴുത്ത് എന്ന മേഖലയിലേക്ക് വരാൻ താല്പര്യമുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ തന്നെ ഏത് വിഷയത്തെ പ്രമേയമാക്കിയിട്ടായിരിക്കും? ഞാൻ എഴുത്തിന് വലിയ താല്പര്യമുള്ള ആളാണ്. പക്ഷേ ഈ രാഷ്ട്രീയ പ്രവർത്തനവും പ്രസംഗവും ഓടി നടക്കുന്നതിനിടയിൽ എഴുതാനുള്ള സമയം കിട്ടാത്തതാണ് പ്രശ്നം. ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. ആ 2 കൊല്ലമായി രാമായണ ചിന്തകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുക. രാമായണത്തെ ഒരു സർഗാത്മകമായ ഒരു പുനർവായന രാമായണത്തെ, അല്ലാതെ കേവലം അതൊരു കഥയെന്നോ ഒരു ഭക്തിയെന്നോ നിലയിൽ കാണാതെ അതിൽ മനഃശാസ്ത്രമുണ്ട്, അതിൽ കുടുംബപരമായ ധാർമ്മികതയുണ്ട്, അതിൽ കുറേ അബദ്ധങ്ങളുണ്ട്, കുറേ എക്സാജറേഷൻ ഉണ്ട്, അതിശയോക്തികളുണ്ട്, പിന്നെ യുക്തിരാഹിത്യമുണ്ട്. ഇതിനെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഞാൻ രാമായണത്തെക്കുറിച്ച് നടത്തിയ 31 സോഷ്യൽ മീഡിയ പ്രഭാഷണങ്ങൾ അത് എഴുതാൻ വേണ്ടി ആരംഭിച്ചു. പക്ഷെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോന്ന് എഴുതുമ്പോഴും പുതിയത് വരിക, എഴുതി തീരുന്നില്ല. അപ്പോൾ കൊല്ലം തീർക്കണമെന്നാണ് ആഗ്രഹം. അതിനു മുമ്പ് ഞാൻ ആദിവാസി വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യവും പൊരുത്തക്കേടുമെന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനു പുറമെ നാടോടി ഫലിതങ്ങൾ എന്ന് പറഞ്ഞൊരു ഒന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം താങ്കളുടെ സ്പീച്ച് കണ്ടപ്പം ഒരുപാട് അറിവ് കിട്ടുന്നുണ്ട്. ഇപ്പം അത് ഉദാഹരണം പറയുന്ന ഭക്തി എന്ന് വെച്ചാൽ ഈശ്വരനെ കൈകൂപ്പുന്നതല്ല എന്നുവെച്ചാൽ ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന പ്രകാശമാണെന്ന് പറഞ്ഞ ഒരു സ്പീച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇത്ര അറിവുകൾ കിട്ടുന്ന അനുഭവങ്ങളിലൂടെയാണോ അതോ വായനയിലൂടെയാണോ ഇങ്ങനെ കിട്ടുന്നത്? വായനയുണ്ട്. ഞാൻ നല്ലൊരു വായനക്കാരനൊന്നും അല്ല, പക്ഷേ സമയം കിട്ടുമ്പോഴൊക്കെ നന്നായി വായിക്കും. എത്ര വായിച്ചു എന്നുള്ള വിഷയം, ആ വായിച്ച വിഷയം നമ്മൾ ചിന്തിച്ചോ അത് നമ്മൾ സ്വാംശീകരിച്ചോ എന്നതാണ് പ്രധാനം. എത്ര വായിച്ചു എന്നുള്ളതല്ല. നമ്മൾ ഒരുപാട് വായനക്കാരുണ്ട് നാട്ടിൽ, പക്ഷെ ഘടദീപങ്ങളാണ്. അവർ വായിക്കുന്നു, അവരത് ആത്മസംതൃപ്തി അടയുന്നു. ഞാനിപ്പോൾ വായിക്കുന്നത്, വായിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കണം. എല്ലാ ആളുകൾക്കും, ഞാൻ പ്രത്യേകിച്ച് സാധാരണക്കാരോട് സംവദിക്കുന്ന, അവർക്കെല്ലാവർക്കും വായിക്കാൻ സമയമുണ്ടാവില്ല, അല്ലെ താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് പറ്റിയ ഒരു മാനസികമായ പശ്ചാത്തലം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ വായിക്കാൻ കഴിയാത്ത ആളുകളോട് പുതിയ അനുഭൂതികളെക്കുറിച്ച്, പുതിയ അറിവുകളെക്കുറിച്ച്, പുതിയ ഭാവങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്താനാണ് ഞാൻ വായിക്കുന്ന കാര്യം. ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു വേദിയിലാ വായിച്ചതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് ഞാൻ പറയും. അത് ഞാൻ പറയുന്ന വിഷയവുമായിട്ട് എങ്ങനെയെങ്കിലും അത് കണക്ട് ചെയ്തിട്ട് ഞാൻ പറയും. അതാണ്. ഇപ്പോൾ ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. പല വ്യത്യസ്തമായ ആൾക്കാരായിരിക്കും. അപ്പം അതിനൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ടോ? പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക വിഷയമൊക്കെ കിട്ടിയാൽ, ഇപ്പോൾ ഉദാഹരണം, എനിക്കൊരു വേദാന്ത കൺവെൻഷനിൽ ഉപനിഷത്തും വേദങ്ങളും ഭഗവത്ഗീതയും എന്നൊരു വിഷയം കിട്ടി. അപ്പോൾ ആ വിഷയം കിട്ടിയാൽ ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് നന്നായി പ്രിപ്പയർ ചെയ്യും. പക്ഷേ എനിക്ക് പ്രിപ്പയർ ചെയ്ത് നോട്ട് കുറിച്ചിട്ടുള്ള പ്രസംഗത്തെക്കാൾ എനിക്കിഷ്ടം സ്വാഭാവികമായി ഒഴുക്കാൻ, അങ്ങനെ പോകണം. അല്ലാതെ നോട്ട് കുറിച്ച ക്ലാസ്സുകളെക്കാൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫ്ലോ ആണ്. പക്ഷെ എന്നാൽ അത്യാവശ്യം നോട്ട് കുറിച്ച് ക്ലാസ് എടുക്കാറുണ്ട്. ഇപ്പം ഒരുപാട് പ്രസംഗം ഉണ്ടായിട്ടില്ലേ? അപ്പം എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇന്നടുത്ത് ഇങ്ങനത്തെ പ്രസംഗം വേണ്ടായിരുന്നു, കുറച്ചും കൂടി എനിക്ക് നന്നാക്കാമായിരുന്നു എന്നുള്ള തോന്നലുണ്ടായിട്ടുണ്ടോ? കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു തോന്നിയ പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. ചില പോയിന്റുകൾ കൂടി അത് പറഞ്ഞില്ലല്ലോ. പക്ഷെ ഒരിക്കലും ഒരു പ്രസംഗവും സമ്പൂർണ്ണമായി പ്രസംഗമാവില്ല. സമ്പൂർണ്ണമായി പ്രസംഗമാവണമെങ്കിൽ നമ്മൾ ഒരു ലേഖനം എഴുതാം. കാരണം തെറ്റിപ്പോയത് തിരുത്തി എഴുതാൻ, കൂട്ടിച്ചേർക്കാം. പ്രസംഗം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സദസ്സിലുള്ള സാഹചര്യം, ആ നമ്മുടെ മനസ്സിന്റെ മൂഡ്, അതുപോലെ അവിടുത്തെ മൈക്ക് പോലും നമ്മുടെ പ്രസംഗത്തെ സ്വാധീനിക്കും. മൈക്ക് പോക്കാണെങ്കിൽ നമ്മുടെ പ്രസംഗം പൊളിയും. അതുകൊണ്ട് അതൊക്കെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പോയ ഏതാണ്ട്, പക്ഷേ ഒരു നിരാശരായിട്ട് അയ്യോ അങ്ങനെ പ്രസംഗിക്കേണ്ടിയിരുന്നില്ല എന്ന് നിരാശരായിട്ട് തിരിച്ചു പോരേണ്ട ഒരവസ്ഥയും ഉണ്ടായിട്ടില്ല.
ഏതാണ്ട് ഒരു 60-70% സംതൃപ്തിയോട് കൂടിയാണ് മിക്ക സ്ഥലത്തുനിന്ന് പ്രസംഗം. പക്ഷേ ഇപ്പോഴുള്ള ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായതുകൊണ്ട് ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ആളുകൾ വലിയ പ്രതീക്ഷയും കൊണ്ടാണ് നിൽക്കുക. ആ വലിയ പ്രതീക്ഷയും കൊണ്ട് നിൽക്കുന്നവരെ മുന്നിൽ അവരെ സംതൃപ്തിപ്പെടുത്താൻ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവർ പറയുമോ ഇത് പോയപ്പാ പണ്ടത്തെ ഉള്ളൂ എന്ന് പോയി. അതുകൊണ്ട് ഇതിപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് എനിക്കിപ്പോൾ അതൊരു ബേർഡനായി മാറുന്നുണ്ട്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് നന്നായി ഒരുങ്ങിയിട്ട് പ്രസംഗിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് ഇപ്പം. പക്ഷെ അതിനാണെങ്കിൽ എനിക്ക് നേരമില്ല. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ജില്ലാ പഞ്ചായത്തുണ്ട്, രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഈ പ്രസംഗത്തിന് മാത്രം ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ലല്ലോ. താങ്കളിപ്പം പൊതുപ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത്. ഇപ്പം ഭൂരിഭാഗം ആൾക്കാർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്ക് താങ്കൾ അറിയുന്ന ഒരു ഒറേറ്റർ, നല്ലൊരു ഒറേറ്റർ എന്ന രീതിയിലാണ്. അതിനപ്പുറം താങ്കൾക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. താങ്കൾക്ക് താങ്കളുടേതായ പ്രൈവറ്റ് ലൈഫ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ അമ്മ, ഭാര്യ, മകൻ, എൻ്റെ 3 സഹോദരന്മാരുണ്ട്. കുടുംബമായിട്ട് നല്ല ബന്ധമാണ്. ഞങ്ങളെല്ലാം കുടുംബമായിട്ട് നല്ല ബന്ധമാണ്. പിന്നെ ചുറ്റുവട്ടം എൻ്റെ പ്രൈവറ്റ് ലൈഫിലുള്ള എനിക്കൊരു സങ്കടം, എൻ്റെ നാട്ടിലെ അയൽവാസികളുമായിട്ട് നിരന്തരം ഇൻട്രാക്ട് ചെയ്യുന്ന, ഏത് കല്യാണ വീട്ടിലും ഏത് മരണ വീട്ടിലും ഫുൾ ടൈമായി പോയി നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ശീലവും താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോഴെന്താന്ന് പറഞ്ഞാൽ ഏറ്റ പരിപാടികളിൽ എത്തുമ്പോഴാണ് നാട്ടിലെ കല്യാണം വിട്ടുപോകുന്നു. പക്ഷേ പല മരണ വീടുകളിലും അന്നേരം എത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സങ്കടം, ഒരു നഷ്ടബോധമുണ്ട്. നാടുമായി വേണ്ടത്ര നാട്ടിലെ ജനങ്ങളുമായി ഇൻട്രാക്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ടൈറ്റ് ഷെഡ്യൂൾഡാണ്. ഓരോ ദിവസവും ഒഴിവ് നോക്കി ഡയറി നോക്കി ആളുകൾ ബുക്ക് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ യാത്രകൾ മാത്രമാണ്. പിന്നെ ഞാനൊരു വ്യക്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതിൻ്റെ ട്രേഡ് യൂണിയൻ്റെ ചുമതലക്കാരനാണ്. അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിക്കേണ്ടത് ജോലിയുണ്ട്. അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഭാരവാഹിയാണ്. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് രാഷ്ട്രീയമെന്ന് പറയുന്നത് കേവലം പ്രവർത്തനം മാത്രമല്ല, അത് പഠിക്കണം. എന്ന് പറഞ്ഞാൽ മാർക്സിസവും ലെനിനിസവും ആണ് നമ്മുടെ പ്രത്യയശാസ്ത്രം. പക്ഷെ ആ മാർക്സിസവും ലെനിനിസവും പണ്ട് പഠിച്ചത് മാത്രം പോരാ. ഈ കാലഘട്ടത്തിനനുസരിച്ച് അതിനെ നമുക്ക് പുതുക്കിയെടുക്കണം. അപ്പോൾ അതാണ് എൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ പിന്നെ സാംസ്കാരിക പ്രവർത്തനവും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചുമതലയുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ ഇടയിലാണ് ജനപ്രതിനിധിയായിട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഇപ്പോൾ നിലവിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. കൂത്തുപറമ്പ് ബ്ലോക്കിലും ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലും ജനപ്രതിനിധിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ, പക്ഷേ ഞാൻ പറയുന്നത് എല്ലാം ഏറ്റെടുക്കണം. ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്ത്, ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ അവരവരുടെ ജോലി എന്തെങ്കിലും ചെയ്തുകൊണ്ട് ജീവിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഫുൾ ടൈം വർക്കറായി പോകുന്ന സങ്കല്പമൊക്കെ മാറണം. രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ന്യൂ ജനറേഷൻ്റെ മുന്നിൽ മാറേണ്ടതായിട്ടുണ്ട്. പണ്ടത്തെ സങ്കല്പത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷം രാഷ്ട്രീയക്കാരും പഴയ ശൈലികളൊന്നും മറക്കുകയില്ല, പുതിയ ശൈലികളൊന്നും സ്വീകരിക്കുകയില്ല. അത് മാറണം. ന്യൂ ജനറേഷൻ്റെ ഇല്യൂമിനാറ്റീൻ്റെ കാലമായത്, ഇല്യൂമിനാറ്റികളുടെ കാലമാണ്. ആ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രവർത്തന ശൈലിയും മാറ്റം വരുത്തണമെന്നാണ്. പക്ഷേ നമ്മൾ പലരും അത് മാറ്റം വരുത്താൻ തയ്യാറല്ല. അപ്പോൾ ഇതൊക്കെ പരസ്പര പൂരിതമായി കൊണ്ടുപോകണം. നമ്മുടെ നളിനിയിൽ കുമാരനാശാൻ പറയുന്നുണ്ട്, സന്തതം മിഹിരൻ ആത്മശോഭയും സ്വന്തമാം മധു കൊതിച്ച വണ്ടിനും ചന്തമാർന്നരുളി നിൽക്കുമോമലേ ഹന്തധന്യമിക നിന്റെ ജീവിതം. ഈ ചന്തമാർന്നരുളി നിൽക്കുക എന്നൊരു പ്രയോഗമുണ്ട്. കാമുകന് തേനും ഭർത്താവായ സൂര്യന് തൻ്റെ ആത്മശോഭയും ഭർത്താവിനെയും കാമുകനെയും ഒരേപോലെ സന്തോഷിപ്പിക്കുന്ന ആ ഒരു ടാലൻറ്റിനെ, ആ ഒരു സ്കില്ലിനെയാണ് ചന്തമാർന്നരുളി നിൽക്കുക എന്ന് പറഞ്ഞത്. അതുപോലെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഭാഗം, അതിലിപ്പം ജനപ്രതിനിധിയായാലും രാഷ്ട്രീയമായാലും പ്രസംഗമായാലും വായനയായാലും സാംസ്കാരിക പ്രവർത്തനമായാലും എല്ലാം ചന്തമാർന്നരുളി മുന്നോട്ട് കൊണ്ടുപോകണമെന്നതാണ് എൻ്റെ ഒരു നിലപാട്. ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ, അപ്പം അതിൽ മെമ്മറബിൾ ആയിട്ടൊരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അതൊന്ന് പങ്കുവെക്കാവോ? അത് പ്രസംഗം കേട്ടിട്ട് എൻ്റെ അധ്യാപകൻ ഫാദർ ജിയോ പുളിക്കൽ, അദ്ദേഹം ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കാൻ മുന്നിൽ വന്ന് കേൾക്കും. അയോധ്യ വിഷയം കത്തി നിൽക്കുന്ന അവസരത്തിൽ ആ സമയത്ത് ഞാൻ രാമായണത്തിലെ ഉത്തമ ശ്ലോകം ഏതെന്ന വരരുചിയുടെ ഭാഗം പറയുക. അതെന്നെ പഠിപ്പിച്ച ഈ അധ്യാപകനാണ്.
ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചത് എനിക്ക് മറക്കാനാവാത്ത എൻ്റെ അധ്യാപകൻ, അദ്ദേഹം പഠിപ്പിച്ചത് ഞാൻ പ്രസംഗിക്കുന്നു, എന്നിട്ട് ആ പ്രസംഗത്തിന് അദ്ദേഹം വന്നിട്ട് എന്നെ കെട്ടിപ്പിടിക്കുന്നത് കാണുന്നു. അതൊരു അനുഭവമാണ്. പിന്നെ ഒരുപാട് ആളുകൾ പിന്നെ പ്രസംഗം കേട്ടിട്ട് ഈ സോഷ്യൽ മീഡിയയിലെ പ്രസംഗം കേട്ടിട്ട് അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ പറ്റി വിളിച്ചു പറയാറുണ്ട്. ഒന്നാമത് പ്രധാനമായിട്ട് ഈ വിഷാദ രോഗം ബാധിച്ച ആളുകൾ ഒരു 10-25 പേരെങ്കിലും ആത്മഹത്യയിൽ നിന്ന് ഞങ്ങൾ മോചിതരായത്, ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ടാണ് എന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമാണ്. ഇപ്പം മിനിഞ്ഞാന്ന് കൂടി ഒരു ബിനു എന്ന് പറയുന്ന ഒരാൾ വിളിച്ചു. അദ്ദേഹം എല്ലാം പോയി പിന്നെ മരിക്കണം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ പ്രസംഗം യാദൃശ്യമായി കേട്ടത്. പിന്നെ അതും നോക്കി 2-3 ദിവസം ഇരുന്നു. ഇപ്പോൾ അതിനുശേഷം ഞാൻ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിച്ചു, മരുന്ന് കുടിച്ചു. അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായി നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോൾ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു. അത് ജീവിതത്തിൽ ഒരു മറക്കാനാവാത്ത കാര്യം. ഇത്രത്തോളം ജനകീയമാകുമ്പോഴും പ്രസംഗം അപ്പം ഒരുപാട് ക്രിറ്റിസിസം അതേപോലെ നേരിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതായത് എന്നെ ഒരു പൈങ്കിളി പ്രസംഗകൻ എന്നാണ് പൊതുവെ അക്കാദമിക് ലോകം വിളിക്കുന്നത്. ഞാൻ ഈ അക്കാദമിക് ലോകത്തിൻ്റെ കോളേജുകളിലെ വലിയ ഗൗരവമുള്ള കാര്യം പ്രസംഗിക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ സാധാരണ പച്ച മനുഷ്യരോട്, നാട്ടുമനുഷ്യരോട് സംവദിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ പോയിട്ട് വളരെ ഗൗരവതരമായ, ഗംഭീരമായ, ഡാംഭികമായ വിഷയങ്ങൾ പറഞ്ഞിട്ട് സാധാരണ ജനതയെ വിരസമാക്കി കൊണ്ടുപോകാനല്ല ഞാൻ ഇഷ്ടം. അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എന്നാൽ ഞാൻ വലിയ കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ വലിയ കാര്യങ്ങൾ പറയുമ്പോഴും നാട്ടിലുള്ള സാധാരണ മനുഷ്യരുടെ ഉദാഹരണങ്ങൾ പറഞ്ഞ് സിമ്പിളാക്കി കൊടുക്കാൻ അതിന് ഞാൻ ഉപയോഗിക്കുന്നത് നാട്ടുഭാഷയാണ്. എൻ്റെ കണ്ണൂർ ഭാഷ. അത് ഈ ഭാഷ നിലനിൽക്കുന്നത് അതിൻ്റെ വ്യാകരണം കൊണ്ടോ അതിൻ്റെ വലിയ മഹത്വം കൊണ്ടൊന്നുമല്ല. ഭാഷ നിലനിൽക്കുന്നത് സാധാരണ മനുഷ്യരുടെ വായ്ത്താരികളിലാണ്. സംസ്കൃത ഭാഷ രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളൊക്കെ എഴുതിയ വലിയ ഭാഷയാണ്. പക്ഷെ അതും മൃതഭാഷയാണ്. ആരും ഇപ്പം ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ വ്യാകരണബുദ്ധിയും അതിൻ്റെ കാർക്കശ്യവും ആയ സങ്കീർണതകളാണ്. എന്നാൽ മലയാള ഭാഷ എല്ലാവരും കേരളവാണ്യം പഠിച്ചിട്ടൊന്നുമല്ല മലയാളം സംസാരിക്കുന്നത്. ഇപ്പം രാമൻ മരത്തുമ കയറുമ്പോൾ 9 വ്യാകരണം കൊണ്ടാണ് കയറുന്നത്. രാമൻ മരത്തുമ കയറി എന്ന വാക്കിൽ 9 വ്യാകരണ നിയമമുണ്ട്. പക്ഷേ ആ കാര്യം കയറുന്ന രാമനോ പറയുന്ന ആൾക്കോ ഈ 9 വ്യാകരണ നിയമം അറിയില്ല. അപ്പോൾ നമ്മളെ നാട്ടുഭാഷയാണ് ഏറ്റവും പ്രധാനം. അത് ആ കൊളോക്കിയലായാലും നാട്ടിലുള്ള ആ സ്ലാങ് നമുക്ക് അത് ഇപ്പോൾ 6 നാട്ടിൽ 100 ഭാഷ എന്ന് പറയാറുണ്ട്. പക്ഷേ കേരളത്തിൽ 100 അല്ല. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു 6 തരത്തിലുള്ള ഭാഷകൾ എനിക്കറിയാം. 6 തരത്തിൽ ഓരോ വാക്കുകൾ. ഇപ്പോൾ എൻ്റെ നാട്ടിലുള്ളൊരു വാക്കുണ്ട് വെളുമ്പത്ത്. വെളുമ്പത്ത് എന്ന് പറഞ്ഞ ഒരു നാട്ടുപേര്, ഒരു സ്ഥലത്തിൻ്റെ പേര് കൂടിയാണ്. വെളുമ്പത്ത് എന്ന് പറഞ്ഞാൽ വക്കത്ത് എന്നാണ്. പക്ഷെ കണ്ണൂർക്കാർക്ക് അറിയില്ല അതെന്താണ്. ഞാൻ കണ്ണൂർ ജില്ലയില. വക്കത്ത് എന്നുള്ളതിന് വെളുമ്പത്ത് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള നാട്ടുഭാഷ പദങ്ങളെല്ലാം നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കണം. അതുകൊണ്ട് ഞാൻ പ്രസംഗം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ജനകീയ പ്രസംഗം ഇ കെ നായനാറാണ്. അദ്ദേഹം കണ്ണൂർ ഭാഷയിലാണ് സംസാരിച്ചത്. അദ്ദേഹം കൃത്രിമ ഭാഷ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് നാട്ടുഭാഷയിലാണ് എൻ്റെ വർത്തമാനം. ഭാഷയുടെ കാര്യം പറഞ്ഞപ്പം തന്നെ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക്, ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഭാഷാശുദ്ധി ഇല്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? ഭാഷാശുദ്ധിയുള്ള ഇല്ല, അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല. ഭാഷ പക്ഷേ കുട്ടികൾ ഭാഷ മറന്നു പോകുന്നതെന്ന് വെച്ചാൽ അവരിപ്പോൾ ഈ ടൈപ്പിങ് മാത്രമേ പോകും, എഴുത്ത് മറന്നു പോകുന്ന കുട്ടികൾ. ഇപ്പോൾ ഡിഗ്രി പാസ്സായ കുട്ടികൾക്ക് പോലും ഒരു ഫോറം പൂരിപ്പിക്കാൻ എഴുതാൻ പറഞ്ഞാൽ അറിയാത്ത അവസ്ഥ. അവർക്ക് ടൈപ്പ് ചെയ്യണം. അല്ലാതെ സംസാരത്തിൽ ഭാഷാശുദ്ധി നഷ്ടപ്പെട്ടു പോയി എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അവർ നന്നായിട്ട് സംസാരിക്കുന്നൊക്കെ. ഇപ്പോൾ എൻ്റെ മോൻ ഇപ്പോൾ +2 കഴിഞ്ഞാൽ എന്നേക്കാൾ വൃത്തിയിൽ അവൻ സംസാരിക്കും. അക്ഷരങ്ങളെല്ലാം സ്ഫുടതയോടുകൂടി അവൻ സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ഭാഷാശുദ്ധി ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്ന, അത് ഈ പഴയ വാട്സപ്പ് മാമന്മാരുടെ ചില പ്രചരണങ്ങൾ മാത്രമാണ്. ഇപ്പം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെ ഓർക്കപ്പെടാനാണ് ആഗ്രഹം? ഞാനൊരു പച്ച മനുഷ്യനായിട്ട് ഓർക്കപ്പെടാൻ, അല്ലാതെ ഞാനൊരു ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ട് ഓർക്കപ്പെടാനാണ്. അല്ലാതെ ഒരു ഭരണാധികാരി എന്ന രീതിയിലോ വലിയൊരു പ്രസംഗക്കാരൻ എന്ന രീതിയിലൊന്നുമല്ല. നമ്മളെല്ലാം, കുഞ്ഞിൻ്റെ മാഷ ഒരു കവിതയുണ്ട്, നമ്മളും പ്രധാനമന്ത്രിയും ഒരേ തരക്കാരാവും ഉറക്കം തൂങ്ങുമ്പോൾ പ്രധാനമന്ത്രി ഗമയിലും നമ്മൾ ലോ ക്ലാസ് ആയിട്ട് ഉറക്കം തൂങ്ങില്ല. എല്ലാവർക്കും ഉറക്കം തൂങ്ങുമ്പോൾ ഒരുപോലെ നമ്മൾ വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സാധാരണ മനുഷ്യൻ ഈ കൂട്ടത്തിൽ ഇവിടെ ഞാനുണ്ടെന്ന് അറിയിക്കുവാനൊരു കൂവൽ മാത്രം മതി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമ്മളിവിടെ വന്നു എന്നതിന് കുറച്ച് ആശയവിനിമയങ്ങൾ നടത്തി പോയി, അത്രയേ ഉള്ളൂ. ഇപ്പം ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ അപ്പം
സാറൊരു പാർട്ടി പ്രവർത്തനം കൂടിയാണല്ലോ, അപ്പം അതിനെക്കുറിച്ചൊരു അവലോകനം. ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ടിനെ രണ്ട് വിധത്തിൽ നമുക്ക് കാണാം. ഒന്ന്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭാഗമായ ഒരു പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ ഇവിടെ നൈരാശ്യമാണ്. പക്ഷേ ദേശീയാടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് കാലമായി ഭീകരമായ ജനാധിപത്യ ധ്വംസനവും ഭീകരമായ മതസ്പർദ്ധയും വളർന്നു വരികയായിരുന്നു. അതിന് ആരുണ്ടടാ ഈ പൊന്നു തമ്പുരാനെ രക്ഷിക്കാനെന്ന് ധർമ്മരാജ എന്ന നോവലിൽ മാങ്കോയിക്കൽ കൊച്ചുകുറുപ്പ് വിളിച്ചു, അല്ല മാർത്താണ്ഡവർമ്മ എന്ന നോവലിൽ മാങ്കോയിക്കൽ കൊച്ചുകുറുപ്പ് വിളിച്ചു വയ്ക്കുന്നുണ്ട്. അതുപോലെ ഈ ജനാധിപത്യത്തെ രക്ഷിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യയിൽ ഒരു ജനവിഭാഗം, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ജനവിഭാഗം അത് ഏറ്റെടുത്തു. അവർ ഈ ഏകാധിപത്യത്തിൻ്റെ പുറകെ പോവില്ല, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുണ്ടെന്ന്. ഇപ്പോൾ 40 വർഷമായി ഇന്ത്യൻ രാഷ്ട്രീയം 2.5 അടി നീളമുള്ള ഒരു രാമവിഗ്രഹത്തെ കേന്ദ്രീകരിച്ചായി 40 വർഷമായിട്ട്. പക്ഷെ ആ രാമവിഗ്രഹം സ്ഥാപിച്ച ആ സ്ഥലത്ത് അതിനെ മുതലെടുക്കാൻ ശ്രമിച്ചവർ പരാജയപ്പെട്ടു. അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് കൂടിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ മുന്നണിയുടെ പ്രവർത്തനത്തെ ജനങ്ങൾ വേണ്ടത്ര അംഗീകരിച്ചില്ല. ഇടതുപക്ഷത്തിൻ്റെ അണികൾ തന്നെ ഒരു വലിയ ജനവിഭാഗം അപ്പുറത്തേക്ക് വോട്ട് ചെയ്തു. അതിൻ്റെ കാരണം ഇടതുപക്ഷത്തോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ഇപ്പോൾ നിങ്ങളുടെ ഈ ശൈലിക്ക് ചെറിയ പോരായ്മയുണ്ട്, അതിനൊരു ചൊട്ട് കൊടുക്കുക, ഇത് പോരാ, ഇതൊന്ന് മാറണം, ഈ ശൈലി, ഈ പണ്ടത്തെ ഈ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വ്യാകരണം മാറണം. പിന്നെ ഈ വികസനം മാത്രം ഒരു ഭാഗത്ത് നോക്കുമ്പോൾ സാധാരണ മനുഷ്യരെ മറന്നു പോകുന്നൊരു സാഹചര്യം ഒരു ഭാഗത്തുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അതിന് കിട്ടിയൊരു ചെറിയ ചൊട്ടാണ്, അത് നല്ലതാണ്. അഭിപ്രായക്കാരനാണ്. CPI എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ദൈവവിശ്വാസം ഇല്ല, അങ്ങനെ ഒരു അതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. പക്ഷേ അതേസമയം താങ്കൾ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ സ്പീച്ചൊക്കെ നടത്താറുണ്ട്, അതൊക്കെയുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവവിശ്വാസം പാടില്ല എന്നോ ദൈവവിശ്വാസികൾ കമ്മ്യൂണിസ്റ്റ് ആകാൻ പാടില്ല എന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. വിഷയം എന്താന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പാർട്ടി സമ്മേളനത്തിന് പോയിട്ട് വരുമ്പോൾ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വിളക്ക് കണ്ടാൽ അതിൽ ആളുകൾ ഇങ്ങനെയാക്കും. എന്താണെന്നറിയോ, ഈ മരിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ഒരു പിടി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ലോകത്ത് എന്തെങ്കിലും ആവശ്യം വന്നാൽ മണ്ഡല സെക്രട്ടറിൻ്റെ, ഏരിയ സെക്രട്ടറിൻ്റെ, ജില്ലാ സെക്രട്ടറിൻ്റെ കത്തെടുക്കില്ലല്ലോ അങ്ങ്. അതുകൊണ്ടാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത്, മരിച്ചു കഴിഞ്ഞാൽ ആവശ്യം വന്നൊക്കെ നിൽക്കട്ടെ. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിൻ്റെ അജ്ഞത തുടരുന്നിടത്തോളം കാലം ഭൂമിയിൽ ദൈവത്തിന് സ്കോപ്പുണ്ട്. പക്ഷേ ഞാൻ ദൈവവിശ്വാസത്തെ കാണുന്നത് മരണാനന്തര ജീവിതത്തിലുള്ള ഒരു പാക്കേജായിട്ടല്ല. ദൈവവിശ്വാസം മനുഷ്യൻ്റെ ധാർമ്മികതയും മൂല്യബോധവും വളർത്താൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഉണ്ടായത്. പക്ഷേ പിന്നീടത് പൗരോഹിത്യ മേധാവിത്വം ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുക്കിക്കെട്ടിയിട്ട് ദൈവവിശ്വാസത്തെ അന്ധവിശ്വാസമാക്കി പരിണമിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ അമ്പലങ്ങളിൽ പോയി പറയുന്നത് യഥാർത്ഥത്തിൽ ഭക്തിയെ പ്രൊമോട്ട് ചെയ്യാനല്ല, ഭക്തിയിലൂടെ മനുഷ്യൻ്റെ ധാർമ്മികതയും മാനവിക ബോധവും വളർത്തിയെടുക്കാൻ ആണ്. നമ്മൾ 1000 രാഷ്ട്രീയ പൊതുയോഗങ്ങളിൽ വെച്ചാൽ ഈ സദസ്സിനെ കിട്ടില്ല, അത് അവിടെ തന്നെ പോയി പറയണം. നമ്മുടെ പുരാണങ്ങളിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് തോന്നിയാസങ്ങളുണ്ട്. പക്ഷേ ഈ നല്ല കാര്യങ്ങളൊന്നും തന്നെ ആരും പ്രൊമോട്ട് ചെയ്യാതെ എപ്പോഴും ഉപരിപ്ലവമായിരിക്കുന്ന ഈ എക്സാജറേറ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളെ ഊതി വേർപ്പിച്ചിട്ടാണ് പലതും ഈ പുരോഹിതന്മാർ ഉപയോഗപ്പെടുത്തുന്നത്. ഇന്ന് ഭക്തി ഒരു നല്ല വ്യവസായമാണ്. ആ വ്യവസായത്തിൽ ചൂഷണമാണ് നടക്കുന്നത്. ആ ചൂഷണത്തെ എതിർക്കണമെങ്കിൽ അവിടെ പോയി എതിർക്കണം, അല്ലാതെ പുറത്തുനിന്ന് എതിർത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് എന്താണ് ഉപനിഷത്ത്, എന്താണ് വേദം, എന്താണ് വേദാന്തം, അതിൻ്റെ മൂല്യങ്ങൾ എന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഞാനവിടെ പോയി പറയുന്നത്. അത് എൻ്റെ ഒരു ദൗത്യം തന്നെയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിൻ്റെ സ്പീച്ച് കണ്ടപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി 2 വരി പാടിയിട്ട് ഞാൻ പാട്ട് എന്ന് പറയുന്നത് പാട്ടിന് വേണ്ടി പാടാറില്ല. ഞാൻ പാടുന്നത് ഒരു സന്ദർഭത്തെ ജനങ്ങളിൽ ബോധ്യപ്പെടുത്താൻ. കാവ്യം ശ്രാവ്യമാണല്ലോ, ചെവി കൊണ്ട് കേൾക്കേണ്ടതില്ല. അപ്പോൾ ഒരു ആർദ്രമായ ഒരു ഭാവത്തെ ജനങ്ങളിൽ അവതരിപ്പിക്കാൻ ഒരു കവിത ചൊല്ലിയാൽ, ഒരു പാട്ട് പാടിയാൽ, കാരണം പാട്ട് അവരുടെ മനസ്സിലുണ്ട്. നമ്മളിപ്പോൾ ഉദ്ധരണികളായിട്ട് കവികളെ മാത്രം ഉപയോഗിക്കുമ്പോൾ ഈ കവിതകളൊന്നും ജനങ്ങൾ സാധാരണക്കാർ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ പാട്ട് കേട്ടിട്ടുണ്ടാവും. അതിന് ബോധപൂർവമുള്ള ഒരു പ്രക്രിയയല്ല പാട്ട് കേൾക്കൽ. വീട്ടിൽ റേഡിയോ തുറന്നാൽ കേൾക്കാം, സമ്മേളന സ്ഥലത്ത് പോയാൽ കേൾക്കാം, കല്യാണ വീട്ടിൽ പോയാൽ കേൾക്കാം. അതുകൊണ്ട് പാട്ട് എപ്പോഴെങ്കിലും അവരുടെ ചെവിയിലെത്തിയിട്ടുണ്ടാവും. അപ്പം ഞാനെപ്പോഴും ഇപ്പോൾ കൃഷിയെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ അതിന് യേശുദാസിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, ചെമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കൽ
പക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു. വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണ അവനു നൽകി എന്നൊരു പാട്ടുണ്ട്. അതിൽ തങ്ക സ്വപ്ന ശതങ്ങളാം തന്ത്രികൾ കെട്ടി അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പുരട്ടി ആർത്തലയ്ക്കും ഹൃദയത്തിൽ തുളുമ്പിയ ഗാനങ്ങൾ രാത്രിയും പകലും അവൻ വീണയിൽ മീട്ടി. അങ്ങനെ പാട്ടും കൊണ്ട് നടന്നു. ഈ ദൈവം കൊടുത്ത മണിവീണക്ക് പകരം ആൻഡ്രോയിഡ് ഫോണാന്ന് നമ്മൾ സങ്കല്പിച്ചാൽ മതി. ഇന്ന് കാലഘട്ടമായിട്ട് കണക്ഷനാവും. അങ്ങനെ പാട്ടിൽ മുഴുകി നിന്നപ്പോൾ ആ മധുര സംഗീതത്തിൻ ലഹരിയാലെ സ്വന്തം ഭൂമി ദേവിയെ പാവം മറന്നുപോയി. ശ്യാമളമാം ഭൂമിയാകെ പാഴ്മരുവായി മാറിപ്പോയി. പാവമപ്പോൾ പശിയാലെ പാട്ടു നിർത്തി. വിശന്നല്ലോ. ഭക്ഷണം കിട്ടണമെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുമ്പ് പോയിരുന്നിട്ട് www.com MD എന്നടിച്ച മസാല ദോശ ഡൗൺലോഡ് ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പാട്ട് നിർത്തിയിട്ട് കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയൂന്നി സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. എന്നുമെന്നും സമൃദ്ധിതൻ പൊന്മണികൾ വിളയിക്കാൻ മണ്ണിതിൻ്റെ മകനായി തവനിറങ്ങി. ആ മണ്ണിലേക്ക് മടങ്ങാൻ കർഷകരോട്, സാധാരണ പുതിയ തലമുറയോട് ആഹ്വാനം ചെയ്യാൻ ഈ പാട്ട് മതി. അത്തരത്തിൽ സന്ദർഭത്തിന്, പ്രസംഗത്തിൻ്റെ ഒരു പോയിന്റിന് പറ്റിയ രീതിയിലുള്ള പാട്ട്, ഏതാണ്ട് 2-3000 പാട്ട് എനിക്ക് ബൈഹാർട്ടാണ്. അപ്പോൾ ആ പാട്ടുകൾ അപ്പോൾ കിട്ടും, അപ്പോൾ ആ വരി അങ്ങ് പാടും. അത്രയും. ഇപ്പം പ്രസംഗിക്കാൻ എന്നെപ്പോലെ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഒരു സ്റ്റേജിൽ കയറി ഒരു 10 പേരെ മുന്നിൽ പ്രസംഗിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര പണിയാണ്. അപ്പം അതിനെന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ടോ? ടിപ്സ് ഒന്നുമില്ല. പ്രസംഗം പരിശീലനം കൊണ്ട്. നീന്തം പഠിക്കാൻ എന്തോ ടിപ്സ് ഉണ്ടോ? ഇല്ല. വെള്ളത്തിൽ ഇറങ്ങുക. അതുകൊണ്ട് കിട്ടിയ അവസരങ്ങളിലെല്ലാം പറയുക, നന്നായി വായിക്കുക. ആദ്യം പ്രസംഗത്തിൻ്റെ വിഷയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കടക്കണം. എന്നിട്ട് വിഷയം നമ്മുടെ ഉള്ളിൽ കടത്തണം. എന്നാലേ വിഷയം ശ്രോതാക്കളുടെ ഉള്ളിൽ കടക്കും. ഇത് സുകുമാർ അഴീക്കോടിൻ്റെ വരിയാണ്. വിഷയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കിടക്കുക, വിഷയം നമ്മുടെ ഉള്ളിൽ കിടക്കുക, എന്നാലേ വിഷയം ശ്രോതാക്കളുടെ ഉള്ളിൽ കിടക്കൂ. ആ രീതിയിൽ നന്നായി പഠിക്കുക. സഭാകമ്പം എന്നൊക്കെ പറയുന്നത് കുറച്ച് ദിവസമേ ഉണ്ടാവും. 3-4 വേദികളിൽ അങ്ങ് കയറി ചെന്നാൽ നന്നായിട്ട് ഈ കൃത്രിമത്വം ഇല്ലാതിരുന്നാൽ മതി. പലരും പേടിക്കുന്നത് പ്രസംഗം എന്തോ പ്രത്യേകമായിട്ട് ഈ പട്ടാളക്കാരുടെ മാർച്ച് കണ്ടിട്ടില്ലേ? ആ മാർച്ച് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ നടത്തം വൃത്തിയിൽ നടക്കുന്നതാണ് പട്ടാളക്കാരുടെ മാർച്ച്, അല്ലാതെ സ്പെഷ്യൽ നടത്തല്ല. അതുപോലെ പ്രസംഗം നമ്മൾ സാധാരണ പറയുന്ന കാര്യം കുറച്ച് അടുക്കും ചിട്ടിയിൽ സമയപരിധിക്കുള്ളിൽ പറയാൻ കഴിയുക, അത്രയേ ഉള്ളൂ. അതിനിങ്ങനെ ടെൻഷൻ അടിക്കേണ്ടതൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച, നമ്മളോട് സംസാരിക്കാൻ ഒരുപാട് ക്ഷമ കാണിച്ച സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. അതിനു മുമ്പ് ഒരു കുറച്ച് ഫാസ്റ്റ് ആയ ക്വസ്റ്റ്യൻസ്, ഒരുപാട് സമയം വേണമല്ലോ നമ്മൾ സ്പീച്ച് പറയുമ്പോൾ. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ സാറിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യനിലൂടെ ഞാൻ നോക്കാം. സാർ ആർ യു റെഡി? സാറിന് ഇഷ്ടപ്പെട്ട ഫുഡ്? സാമ്പാർ. ഇഷ്ടപ്പെട്ട ആക്ടർ? ഇഷ്ടപ്പെട്ട ആക്ടർ ഒരു അനുപം. ആലോചിക്കാൻ പാടില്ല, പെട്ടെന്ന് പറയണം. അനുപം. ഇഷ്ടപ്പെട്ട സിനിമ? ഇഷ്ടപ്പെട്ട സിനിമ സ്വം, ഷാജിയൻ കരുണിന്റെ സ്വം. ഇഷ്ടപ്പെട്ട പ്ലേസ്? ഇഷ്ടപ്പെട്ട പ്ലേസ് എന്റെ ജനിച്ച നാട് തൊടിക്കളം. ഓക്കെ. ഇഷ്ടപ്പെട്ട ഓപ്പോസിറ്റ് പൊളിറ്റീഷ്യൻ? ഇഷ്ടപ്പെട്ട VD സതീശൻ. ഓക്കെ. അംബിഷൻ? ആഗ്രഹം നമ്മുടെ രാജ്യത്ത് ഒരു അക്രമമില്ലാത്ത ഒരു ലോകം ഉണ്ടാക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. ഇഷ്ടപ്പെട്ട സ്പീച്ച് ഓറേറ്റർ? ഇഷ്ടപ്പെട്ട ഓറേറ്റർ മുല്ലക്കര രത്നാകരൻ. അപ്പം സാറ് പ്രസംഗത്തിൽ മാത്രമല്ല ഇങ്ങനെ സ്പീഡായിട്ട് പറയുന്ന ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലും പുലിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. സാർ ഒരുപാട് സന്തോഷമുണ്ട്. സാർ ഇപ്പം നമ്മളോട് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിനും ഇപ്പം സാറിനെ കാണാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സാർ. വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു. ഹായ്, ഒരു പക്ഷിക്കുട്ടീനെ തരട്ടെ? ഇതാ. ഓ, പറന്നുപോയി. ഇതാ പിടിച്ച്. ഇതാ, ഇത് മോട്ടോർ സൈക്കിളാക്കട്ടെ. അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവന്റ്സിലൂടെ
ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടേ? ആഘോഷങ്ങൾ ഏതുമാവട്ടെ, കളറാക്കാൻ ഞങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവന്റ്സ് യാഥാർത്ഥ്യമാക്കുന്നു. മനം മയക്കും ഫ്ലവർ ഡെക്കറേഷൻ, നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ, ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവന്റ്സിലൂടെ. എസ്ക്രോ ഇവന്റ്സ്, കാസമറീന കോംപ്ലക്സ്, തലാബ്, കണ്ണൂർ. കോൾ 9562597704 8848194493.